ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഇങ്ങനെ ക്യാമറേൻ്റെ മുമ്പിൽ വന്നിട്ട് ഒരുപാട് നാളായില്ലേ? എനിക്ക് തോന്നുന്നു ഒരു വർഷമൊക്കെ ആവാനായിട്ടുണ്ടാവും ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ വന്നിട്ട്. ഞാൻ ഇപ്പോൾ കൂടുതലും ഷോർട്ട് വീഡിയോസാണ് ഇടല്. അതേപോലെ ഉമ്മാൻ്റെ ബിസിനസ്സിൻ്റെ വീഡിയോസും. അല്ലാതെ ഞാൻ ഇങ്ങനെ ഒരു വ്ളോഗ് പോലെ ഞാനിപ്പോൾ എടുക്കലില്ല, ഡീറ്റെയിൽഡ് വീഡിയോ എടുക്കലില്ല. അപ്പോൾ ഞാൻ ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നത് എന്താ വെച്ചാൽ ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ പ്രൊഡക്റ്റ് ഏതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പ്രൊഡക്റ്റ് വരുന്നത്. ഇത് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, ഇപ്പോൾ ഭയങ്കര വൈറലായി കൊണ്ട് പോണ ഒരു പ്രൊഡക്റ്റ് ആണ്. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ കോസറാക്സ് അഡ്വാൻസ്ഡ് സ്നെയിൽ 96 മ്യൂസിയം പവർ എസെൻസ്. അങ്ങനെ ഒരു എസെൻസ് ആണ് കേട്ടോ ഇത് വരുന്നത്. അപ്പോൾ ഇത് മിക്ക ആൾക്കാർക്കും അറിയുന്നുണ്ടാവും, കാരണം ഭയങ്കര വൈറലായി പോയിക്കൊണ്ടിരിക്കണതാണ്. യൂട്യൂബിലാണെങ്കിലും അതേപോലെ തന്നെ ഇൻസ്റ്റഗ്രാം ഫീഡിലും നല്ല വൈറലായിക്കൊണ്ട് പോണ ഒരു പ്രൊഡക്റ്റാണിത്. അതായത് നമുക്ക് കൊറിയൻ സ്കിന്നെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ആക്കുന്ന ഒരു മെയിൻ പ്രൊഡക്റ്റാണിത്. അപ്പോൾ ഞാനിത് യൂസ് ആക്കിയിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ ഇതിൻ്റെ ബോക്സിൽ ഇട്ടതാണ് കേട്ടോ. അപ്പോൾ ഞാനിത് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് വരിക. ഞാനിതാ ഇത്രത്തോളം യൂസ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് എത്രയെന്ന് വെച്ചാൽ 1200 300 ആ ഒരു റേറ്റിലാണ് വരുന്നത്. ഞാൻ വാങ്ങിയിട്ടുള്ളത് 1250 രൂപക്കായിരുന്നു കേട്ടോ. എനിക്ക് ഓഫറിൽ കിട്ടിയത് അങ്ങനെ എന്തോ ആണ്. അപ്പോൾ ഇതിൻ്റെ ടെക്സ്ചറൊക്കെ ഞാൻ പറഞ്ഞുതരാം. എന്തായാലും ഇതൊരു കൊറിയൻ ബ്രാൻഡ് സ്കിൻ കെയർ പ്രൊഡക്റ്റ് ആണ്. പിന്നെ നമുക്ക് ഇങ്ങനൊരു ബോട്ടിൽ വാങ്ങിയാൽ നമുക്ക് എന്തായാലും ഒരു 6 7 മാസം യൂസ് ആക്കാനുള്ളത് എന്തായാലും ഉണ്ടാവും. ഇപ്പോൾ ഇത് ഞാൻ 2 മാസം യൂസ് ആക്കിയതാണ് കേട്ടോ. ഇനി നമുക്ക് ഇത്രത്തോളം ബാക്കിയുണ്ട്. അപ്പോൾ ഞാൻ ഇതിന് ടെക്സ്ചറൊക്കെ കാണിച്ചു തരാം. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരുപാട് ഫേക്ക് പ്രൊഡക്ട്സ് നമ്മളെ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ വാങ്ങുമ്പോൾ ഒറിജിനൽ തന്നെ വാങ്ങാൻ നോക്കുക. നൈക്കയിൽ അവൈലബിൾ ആണ്, അതേപോലെ ആമസോണിലൊക്കെ അവൈലബിൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു ടെക്സ്ചറൊക്കെ കാണിച്ചു തരാം. ഇങ്ങനെ ഒരു പമ്പാണ് വരുന്നത്. ഇങ്ങനെ ഒരു ചെരിഞ്ഞൊരു പമ്പ വരുന്നത്. ഫേക്ക് ആണെങ്കിൽ ചെരിഞ്ഞതല്ലാത്ത പമ്പാക്കാരൻ വരുന്നുണ്ടാവുക കേട്ടോ. അപ്പോൾ കണ്ടോ, ഒച്ചിൻ്റെ എസെൻസ് ആണിത്. ഇങ്ങനെ ഒരു വഴുവഴുപ്പാണ് കേട്ടോ. കാണുന്നുണ്ടോ? ഞാനിപ്പോൾ ഫേസിൽ ഒന്നും ഇടാത്തത് കൊണ്ടാണ് കേട്ടോ ഇത് ഇട്ട് കാണിച്ചു തരുന്നത്. ഇവിടെ നമുക്കൊരു ഗ്ലോയി സ്കിന്ന് പെട്ടെന്ന് നമുക്ക് കിട്ടാൻ ഭയങ്കര ഒരു അടിപൊളി പ്രൊഡക്റ്റ് ആണിത്. ഇപ്പോൾ കണ്ടോ ഇവിടെയൊക്കെ തിളങ്ങണത്. ഞാൻ ഫേസിൽ ഒന്നും അപ്ലൈ ചെയ്തിട്ടുണ്ടായില്ല, ഓൺലി ഒരു ലിപ്സ്റ്റിക്ക് മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിന് അത്ര സ്മെല്ലൊന്നുമില്ല കേട്ടോ. പിന്നെ ഇത് ഒച്ചിൻ്റെ ഇതായിട്ട് ഉണ്ടാക്കുന്നതാണ്. അതാണ് സ്നെയിൽ മ്യൂസിയം എന്ന് വരുന്നത്. പിന്നെ ഇത് അഫോർഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് നമ്മുടെ ഡെർമാക്കോൻ്റെയിലോ അങ്ങനെ ഏത് ഒരു ബ്രാൻഡിൽ സ്നെയിൽ മ്യൂസിയം ഉണ്ട്. 96% തന്നെയാണ് കേട്ടോ. അതും അതിന് എത്ര 600 അങ്ങനെ എത്ര റുപ്പീസ് ഉള്ളൂ കേട്ടോ വരുന്നത്. അപ്പോൾ ഇത് ഞാൻ വാങ്ങിയത് എങ്ങനെയെന്ന് വെച്ചാൽ ഒരുപാട് നാളായി വാങ്ങണം എന്ന് കരുതി ഞാൻ അങ്ങനെ എൻ്റെ ഒരു വിസ് ലിസ്റ്റിൽ ഇട്ട് വെച്ചൊരു പ്രൊഡക്റ്റ് ആയിരുന്നു ഇത്. പക്ഷേ അത്രയും പൈസ കൊടുത്ത് വാങ്ങണമെന്നുള്ളൊരു ഇതും എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് ഇത് വാങ്ങി, എൻ്റെ കോളേജിലത്തെ ഒരു ഫ്രണ്ട് ഇത് വാങ്ങി. ഓൾ യൂസ് ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞ് വന്നപ്പോൾ ഓളെ മുഖം ഇങ്ങനെ തിളങ്ങുക. അതായത് ഞങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ ഫീൽ ചെയ്യുക എന്തോ പെട്ടെന്നൊരു മാറ്റം വന്ന പോലെ, ഒരു ഇങ്ങനെ തിളക്ക മുഖത്ത്. അപ്പോൾ ഞാനും എന്ത് ചെയ്തു, ഞാനും എൻ്റെ ഒരു വേറൊരു ഫ്രണ്ടും കൂടി ഇത് വാങ്ങി. ഓള് ഞങ്ങളോട് പറഞ്ഞതേന്ന് ഇത് എല്ലാവർക്കും വർക്ക് ആവണമെന്നില്ല അങ്ങനെയൊക്കെ പറഞ്ഞതാണ്. പക്ഷെ ഞങ്ങൾ എന്ത് ചെയ്തു, പോയി വാങ്ങിക്കഴിഞ്ഞ് ഞാൻ യൂസ് ആക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ബ്രേക്ക് ഔട്ട്സ് വരൽ തുടങ്ങി കേട്ടോ. അതായത് എനിക്ക് കുരുക്കൾ വരൽ തുടങ്ങി. എൻ്റെ ഇവിടെയൊക്കെ ഇപ്പോഴും ഉണ്ട് കുരുക്കൾ. ഞാനത് തേക്കാൻ തുടങ്ങിയപ്പോൾ തുടങ്ങിയ കുരുക്കളാണ്, ഇപ്പോഴും എൻ്റെ മുഖത്തുനിന്ന് പോയിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ ചിലവർക്ക് ഇത് സ്യൂട്ടാവും, ചിലവർക്ക് സ്യൂട്ടാവില്ല കേട്ടോ. എല്ലാവർക്കും സ്യൂട്ടാവില്ല എന്ന് ഞാൻ പറയുന്നില്ല, കാരണം കുറേ പേര് ഇതിൻ്റെ റിവ്യൂ ഞാൻ കണ്ടിട്ടാണ് വാങ്ങിയത് തന്നെ. ഒരുപാട് പേര് നല്ല റിവ്യൂ പറഞ്ഞിട്ടുള്ളത്. എൻ്റെ സ്കിന്നിന് ഇത് സ്യൂട്ടാവണില്ല, എൻ്റെ ഡ്രൈ സ്കിന്നാണ് ശരിക്കും. പക്ഷെ ശരിക്കും ഇത് സ്യൂട്ടാവുക ഡ്രൈ സ്കിന്നിന് തന്നെയാണ് കേട്ടോ. അപ്പോൾ
ഞാൻ ഫസ്റ്റ് ഇത് യൂസ് ആക്കാൻ തുടങ്ങിയത് നൈറ്റ് മാത്രമായിരുന്നു. നൈറ്റ് ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഇത് അപ്ലൈ ചെയ്യും. എന്നിട്ട് മോയ്സ്ചറൈസറും കൂടി ഇട്ടിട്ട് ഞാൻ അങ്ങനെ കിടക്കുക ചെയ്തിരുന്നത്. ഒരു 2-3 ഡേയ്സ് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ഒരു 1 വീക്ക് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്ത് ചെയ്തു, പിമ്പിൾസ് വരാൻ തുടങ്ങി. അപ്പം ഞാൻ കരുതി വേറെ എന്തെങ്കിലും പ്രൊഡക്റ്റ് കൊണ്ടായിരിക്കാം എന്നുള്ളത്. ഞാനൊരു വൈറ്റമിൻ സി സെറമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതെന്തേലും ആക്കാരം എഴുതി, കാരണം മോർണിംഗ് അത് യൂസ് ആക്കുമ്പോൾ അതുകൊണ്ടായിരിക്കാം ഈ ഒരു പിമ്പിൾസ് വരുന്നതെന്ന് എഴുതിയിട്ട് ഞാൻ എന്ത് ചെയ്തു, വൈറ്റമിൻ സി സെറമൊക്കെ യൂസ് ആക്കൽ നിർത്തിയിട്ട് ഇത് മാത്രം കണ്ടിന്യൂ ചെയ്തു. അപ്പം എനിക്ക് കൂടുതൽ കുരുക്കൾ വരൽ തുടങ്ങി കേട്ടോ മുഖത്ത്. അപ്പം എനിക്ക് മനസ്സിലായി ഇതിൻ്റെ പ്രശ്നമാണ് എന്നുള്ളത്. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഒന്നുകൂടി ഇങ്ങനെ സെർച്ച് ചെയ്യൽ തുടങ്ങി. അപ്പം ഞാൻ അങ്ങനെ കാണൽ തുടങ്ങി. ഫസ്റ്റ് നമ്മൾ യൂസ് ആക്കുമ്പോൾ ബ്രേക്ക് ഔട്ട്സ് വരും, പിന്നെ അത് നിൽക്കും എന്നുള്ളത്. ഞാൻ പക്ഷേ യൂസ് ആക്കൽ നിർത്തി കേട്ടോ, സ്റ്റോപ്പ് ആക്കിയിട്ട് ഞാൻ എൻ്റെ ഒരു ഓയിൽമെൻറ്റ് ഉണ്ട് പിമ്പിൾസിൻ്റെ, എൻ്റെ ഡോക്ടർ തന്നത്, അത് യൂസ് ആക്കാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ പിമ്പിൾസ് മാറിപ്പോയി. കുറച്ച് ദിവസം തേച്ചിട്ട് എൻ്റെ പിമ്പിൾസ് മാറിപ്പോയി. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഒന്നുകൂടി ഇത് ട്രൈ ചെയ്തു. അതായത് നമ്മൾ അത്രയും പൈസ കൊടുത്ത് വാങ്ങിയത് നമുക്ക് വെറുതെ വേസ്റ്റ് ആക്കാൻ കഴിയൂലല്ലോ. അങ്ങനെ ഞാൻ ഒന്നുകൂടി ഇത് ട്രൈ ചെയ്തു. അപ്പോൾ എനിക്ക് ഇതേപോലെ തന്നെ 2-3 ദിവസം ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് വീണ്ടും പിമ്പിൾസ് വരാൻ തുടങ്ങി. അപ്പം എനിക്ക് പിടികിട്ടി ഇത് എൻ്റെ സ്കിന്നിന് പറ്റണില്ല എന്നുള്ളത്. അതായത് എൻ്റെ ഫ്രണ്ട് ഇപ്പോൾ 2 ബോട്ടിലായിട്ട് യൂസ് ആക്കി കഴിഞ്ഞു, ഓൾക്കൊരു കുഴപ്പമില്ല കേട്ടോ. എനിക്ക് എന്തോ എൻ്റെ സ്കിന്നിന് ഇത് പറ്റണില്ല. എൻ്റെ കൂടെ വാങ്ങിയ ഫ്രണ്ടും ഓൾക്കും പിമ്പിൾസ് വരാൻ തുടങ്ങിയിട്ട് ഓളും നിർത്തി വെച്ചു. അപ്പോൾ എനിക്കിത് പറയാനുള്ളത്, ആദ്യം ഇതിൻ്റെ ചെറിയ ബോട്ടിൽ കിട്ടും, നമുക്ക് വേറെ ഏതൊക്കെ ആപ്പിലാണ് കിട്ടുക, അല്ലാതെ നൈക്കയിലോ അങ്ങനെ ഒന്നിലും കിട്ടൂല. അത് വാങ്ങി യൂസ് ആക്കി നോക്കിയിട്ട് മതി നിങ്ങൾ ഇത് വാങ്ങാം. ആ ചെറിയ ബോട്ടിൽ തന്നെ 700 സംതിങ് റേറ്റ് ഉണ്ട്. അപ്പോൾ ചാടി കയറി ഇത് വാങ്ങാൻ നിൽക്കരുത്, നിങ്ങൾക്ക് സ്യൂട്ട് ആവൂല. എല്ലാവർക്കും അല്ല, ചിലവർക്ക് കേട്ടോ. പിന്നെ സെൻസിറ്റീവ് സ്കിന്നും തീരെ സ്യൂട്ട് ആവുന്നുണ്ടാവില്ല. എൻ്റെ പറയുമ്പോൾ ഡ്രൈ സ്കിന്നാണ്. അപ്പം ഞാനിത് ഒരു 2 മാസത്തോളം കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ് ഞാൻ നിർത്തിയിട്ടുള്ളത് കേട്ടോ. ഞാൻ ഇങ്ങനെ റിവ്യൂസിലൊക്കെ കണ്ടപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു, അതായത് നമ്മൾ കണ്ടിന്യൂ ചെയ്യുക എന്നിട്ട് നമ്മളെ പിമ്പിൾസ് മാറും എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ കണ്ടിന്യൂ ചെയ്ത് നോക്കിയിരുന്നു. പക്ഷേ എനിക്കൊരു റിസൾട്ടും വരുന്നില്ല. അതായത് മുഖത്ത് തിളക്കം വരുന്നുണ്ട്, ഗ്ലോയിങ് സ്കിന്ന് വരുന്നുണ്ടെങ്കിലും എൻ്റെ പിമ്പിൾസ് കൂടുകയാണ് കേട്ടോ. അതുകൊണ്ട് പിന്നെ സ്റ്റോപ്പ് ആക്കിയിട്ട് ഇപ്പം ഞാൻ വെറും എൻ്റെ ആ പിമ്പിൾസിൻ്റെ ഓയിൽമെൻറ്റ് മാത്രമേ തേക്കലുള്ളൂ. എന്നാൽ തന്നെ എനിക്ക് ഇപ്പോഴും ഉണ്ട് കേട്ടോ ഇവിടെയൊക്കെ പിമ്പിൾസ്. ഒരുപാട് എനിക്ക് പോകാൻ പിമ്പിൾസ് ഉണ്ട്. ഇപ്പം ഞാൻ വേറെ ഒരു സ്കിൻ കെയർ പ്രൊഡക്ട്സും യൂസ് ആക്കലില്ല. പക്ഷെ ഞാൻ എൻ്റെ ഫ്രണ്ട് വാങ്ങിയത് കണ്ടിട്ട് ശരിക്കും വാങ്ങിയത്. ഓളിനോട് പച്ച മലയാളത്തിൽ പറഞ്ഞതാണ് ഇത് വാങ്ങണ്ട എന്നുള്ളത്. അതായത് എൻ്റെ സ്കിന്നിനും ഇതിൻ്റെ ആവശ്യമില്ല, ഈ വെറുതെ വാങ്ങണ്ട എന്നുള്ളത്. പക്ഷെ പിന്നെ എനിക്കൊരു ഇതിൽ ഞാൻ വാങ്ങിപ്പോയതാണ്. പക്ഷെ ഒരുപാട് നല്ല റിവ്യൂസ് ഉണ്ട് കേട്ടോ. അതൊക്കെ കണ്ടിട്ട് നിങ്ങളെ സ്കിൻ ഏതാ നോക്കിയിട്ട് നിങ്ങൾ വാങ്ങിയാൽ മതി. പിന്നെ ഇത് അപ്ലൈ ചെയ്യേണ്ടതൊക്കെ എങ്ങനെയെന്ന് വെച്ചാൽ, നമ്മളെ മുഖത്ത് കുറച്ച് വെള്ളം വേണം കേട്ടോ. അതായത് നമ്മൾ മുഖം കഴുകിയിട്ട് ഇത്തിരി വെള്ളം ഉണ്ടാവില്ല നമ്മളെ മുഖത്ത്, നല്ല വെള്ളം വേണ്ട, ഇത്തിരി വെള്ളം ഉണ്ടാകുമ്പോഴാണ് നമ്മളിത് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോഴാണ് നമുക്ക് ഒന്നുകൂടെ റിസൾട്ട് കിട്ടുക കേട്ടോ. പിന്നെ രാവിലെയും രാത്രി തേച്ചാൽ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും. ഇത് മെയിൻലി ഞാൻ റെക്കമെൻഡ് ചെയ്യുക ആർക്കാ വെച്ചാൽ, എക്സ്ട്രീം ഡ്രൈ ആയിട്ടുള്ള സ്കിൻ ഉണ്ടാവില്ലേ, അവർക്ക് ഇത് അടിപൊളി പ്രൊഡക്റ്റ് ആയിരിക്കും. എന്താ വെച്ചാൽ ഓരോ സ്കിന്ന് നല്ല ഡ്രൈ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ തൊലി പോരുന്ന ഫീലൊക്കെ ഉണ്ടാവും, അങ്ങനെ ഡ്രൈ സ്കിൻ ആയതുകൊണ്ട്. അതുകൊണ്ട് ഇത് യൂസ് ആക്കി കഴിഞ്ഞാൽ നല്ല അടിപൊളി റിസൾട്ട് കിട്ടും. ഞാൻ ഒരാളെ റിസൾട്ട് കണ്ടിട്ടാണ് കേട്ടോ ഇത് പറയണത്. അപ്പോൾ എല്ലാവർക്കും വേണമെങ്കിൽ ഇതൊന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കാം. വേണമെന്ന് ഞാൻ നിർബന്ധം പറയണില്ല, വേണമെന്നുള്ളവർ മാത്രം ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എൻ്റെ കുരുക്കൾ ഇപ്പോൾ ഏറെക്കുറെയൊക്കെ പോക്ക് തുടങ്ങിക്കണു. അത് ഞാൻ ഫുള്ള് പോയി കഴിഞ്ഞിട്ട് എൻ്റെ ആ ഓയിൽമെൻറ്റിൻ്റെ റിവ്യൂ ഇടണം കേട്ടോ. അതിൻ്റെ ഡോക്ടർ എനിക്ക് പറഞ്ഞു തന്നൊരു ഓയിൽമെൻറ്റ് ആയിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഈ ഒരു സ്നെയിൽ മ്യൂസിനെ പറ്റി പറയാനുള്ളത്. പിന്നെ ഇത് ട്രൈ ചെയ്തവരൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ നിങ്ങൾക്കൊക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അതായത് എനിക്ക് മാത്രമാണോ ഇങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വേറെ ഇപ്പോൾ ഇതിനെ പറ്റി എന്താ പറയാനുള്ളത് വെച്ചാൽ, ഇതിൻ്റെ ബോട്ടിലൊക്കെ അടിപൊളിയാണ് കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടമായി. ഫേക്ക് പ്രൊഡക്റ്റ് ആണെങ്കിൽ ഇതുമ്മേ ആവില്ല കേട്ടോ പ്രിൻറ്റ് വരിക. ഇത് ഈ ബോട്ടിൽമേ തന്നെയാണ് നമുക്ക് പ്രിൻറ്റ് വന്നിട്ടുള്ളത്. അപ്പം അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വാങ്ങാൻ നോക്കുക. ഞാൻ പിന്നെ എൻ്റേത് 100% ഉറപ്പാണ് ഫേക്ക് അല്ല എന്നുള്ളത്, കാരണം ഞാൻ നൈക്കിന്നാണ് വാങ്ങിയിട്ടുള്ളത്. എന്നിട്ടും എനിക്ക് ഇങ്ങനെ പിമ്പിൾസ് വരിക പറയുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് പിമ്പിൾസ് വരുമ്പോൾ നമ്മൾ പിന്നെ അത് യൂസ് ആക്കി നമ്മളെ സ്കിന്ന് നല്ലോണം ബാരിയറായി പോവും. അപ്പോൾ നല്ലോണം ഇതാവും. പിന്നെ ബാരിയർ സ്കിന്ന് റിപ്പയർ ചെയ്യാൻ ഭയങ്കര ഇടങ്ങേറാക്കാറ് കേട്ടോ.
നമുക്ക് കുറേ സമയമെടുക്കും. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് യൂസ് ആക്കിയിട്ട് സ്കിന്നിന് പറ്റണില്ല എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ അത് അപ്പം തന്നെ സ്റ്റോപ്പ് ചെയ്യുക. അല്ലാതെ പിന്നെ അത് കണ്ടിന്യൂ ചെയ്ത് പോവരുത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. ഈ സ്നെയിൽ മ്യൂസിയം ഇനി വാങ്ങാൻ കരുതുന്നവരുണ്ടാവും, അല്ലെങ്കിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇനി അഥവാ ആർക്കെങ്കിലും വാങ്ങണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.